Hi friends, welcome to Sheba's Recipes. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ട് വ്യത്യസ്തമായിട്ടൊരു രീതിയിൽ മീൻ വരട്ടിയത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ മീനാണ് എടുത്തേക്കുന്നത്. ദശകട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പകുതി സൈസിൽ കട്ട് ചെയ്യാമെങ്കിലും നല്ലത്. ഞാനത് കുറച്ചും കൂടി ചെറുതാക്കാൻ മറന്നുപോയത്. ക്ലീൻ ചെയ്തതിന് ശേഷം 1/2 കിലോ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഇതിലോട്ട് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് തരിയായിട്ട് പൊടിച്ചതാണ് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കണം. അങ്ങനെ ചെയ്യാമെങ്കിലും നല്ലത്. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഈ മീൻ കഷ്ണം ഓരോന്നും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിലിട്ടിട്ട് രണ്ട് സൈഡും കുറച്ചൊന്ന് ഫ്രൈ ചെയ്യണം. അങ്ങ് ഫ്രൈ ചെയ്യരുത്. ഒരു 80% ആയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രിസ്പി ആക്കരുത്. മസാലയിലൊന്ന് കിടക്കേണ്ടതാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇനി മീൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 2.5 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നിടം വരെ. അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ സോയാ സോസും 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1/4 കപ്പ്. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണ ഈ സമയത്ത് ഇതിപ്പോൾ തിളച്ച് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലോട്ട് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് കൊടുത്താൽ മതി. നമ്മൾ മീനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 പച്ചമുളക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന മീൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് തിരിച്ചു ഇതൊന്ന് അടച്ചു വെക്കണം. ലോ ഫ്ലെയിമിൽ ഒരു കുറച്ച് നേരം ഈ മസാലയൊക്കെ ഈ മീനിലൊന്ന് പിടിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഈ സമയത്ത് വെക്കാവും. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിലോട്ടിനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ പുരട്ടിയത്. അപ്പോൾ ഇത്രയുള്ളൂ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.